പമ്പിൽ കയറുമ്പോൾ ഫോൺ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ നടുക്കുള്ള ആ പയ്യനെ ശ്രദ്ധിക്കുക, ചെവിയിൽ ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോക്കകത്ത് എന്താ പറയുന്നത്, ചെക്കൻ വണ്ടി പെട്രോൾ പമ്പിൽ നൈസായിട്ട് കയറ്റിയതിന് ശേഷം അവിടെ പെട്രോൾ അടിച്ചതിന് ശേഷം ചെക്കൻ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു. ആ കോൾ എടുത്ത് സംസാരിക്കുമ്പോഴാണ് വണ്ടി മൂവ് ചെയ്തു. ചെക്കൻ്റെ ഇവിടെ വെച്ചിട്ട് എല്ലാവരും വെക്കുമല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് സംസാരിക്കാനായിട്ട് എടുത്തതിന് ശേഷം അവിടെ തീ കത്തുന്ന എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പാസ്സാവും നമ്മുടെ പെട്രോൾ പമ്പിൽ. അവിടെ വന്നിട്ട് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ പോലും അവിടെ വന്ന് ഹിറ്റായി കഴിഞ്ഞാൽ ഒന്ന് ട്രിഗർ ആയാൽ മതി സ്പാർക്ക് വരാൻ. സോ അങ്ങനെയാണ് സംഭവിച്ചത്. സോ നിങ്ങളൊന്ന് ആലോചിക്കുക ഗൈസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എപ്പോഴും ആലോചിക്കുക. ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും പെട്രോൾ പമ്പിൽ കയറുന്ന സമയത്ത് ഫോണ് ഓഫാക്കി വെക്കുക എന്ന എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആരും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ കുറേ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഞാനും ഉണ്ട്, ഇല്ല ഞാൻ പറയത്തില്ല, തുറന്നു പറയുക. അങ്ങനത്തെ ഉള്ള ആൾക്കാരായാലും പോലും നമ്മളെ സൂക്ഷിക്കുക. ആദ്യം നമ്മളെ സൂക്ഷിക്കുക. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളൊന്ന് ആലോചിക്കുക, എപ്പോഴായാലും പെട്രോൾ പമ്പിൽ കയറുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പിന്നെ ഒരു ചെറിയൊരു സ്പാർക്കിൽ നിന്നും ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്, ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ഒറ്റ ഒരു സ്പാർക്കിൽ നിന്നും ഫുള്ള് അവിടുത്തെ പെട്രോൾ ബങ്ക് ഫുള്ള് കത്തി. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരാളിൽ നിന്നും എത്ര ആൾക്കാർ എത്ര ജീവനാണ് പോകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അതും അല്ലാണ്ട് അപ്പുറത്തെ ആ ഒരു ഏരിയ മൊത്തം കത്തിക്കരിഞ്ഞ് ചാമ്പലാവും മക്കളെ. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാഡായാലും നല്ലതായാലും കമൻറ്റിലിട്ടോളൂ, ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. സോ അപ്പോൾ ടാറ്റാ.